ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്താലോ. വെറുതെ ഒന്നുമില്ല, ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്ത് തേൻ തേക്കുക എന്നുള്ളതാണ് ബ്യൂട്ടീഷ്യൻ. ഞാൻ വെളിയിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ തേൻ തേക്കുന്നത് ഒരു മസ്റ്റ് കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ പുറത്തും മുഖത്തൊക്കെ കരുവാളിപ്പ് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല റെമഡിയാണ് തേൻ തേക്കുക. അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുടച്ചെടുക്കണം. പിന്നെ നമ്മളിത് കെവിനും കൂട്ടുകാരനും കൂടെ ഡെന്നിയും കൂടെ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഇവർക്കൊന്നും പഠിത്തമില്ല. അവർക്ക് സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് അവർക്കൊന്നും പഠിത്തമില്ലായിരുന്നു. അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് എടുത്ത് കൊടുക്കാം. ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് അത് കഴിക്കാൻ കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ പുറത്ത് പോയിട്ട് വന്നതാണ്. ഇനി കോട്ടയത്ത് പോകേണ്ട ഒരു കാര്യം കൂടുണ്ട്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ പുറത്തിറങ്ങിയ നല്ലൊരു സൈറ്റ് ഞാൻ കാണിച്ചത്. ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു നല്ല രണ്ട് ചെയറുണ്ട്. ഇതിനകത്ത് ഈ ചെയറിലേക്ക് ഇരിക്കാൻ നല്ലൊരു സ്ഥലമാണിത്. വീട്ടിൽ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വായി നോക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് വീട്ടിലെ. അതുമല്ല റോഡിൽ കൂടെ പോകുമ്പോഴേ കാണാം. പിന്നെ ഞങ്ങൾ കോട്ടയത്ത് പോയിട്ട് വന്നതാണ്. ഇപ്പം വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, മേടിക്കാൻ പോയിട്ട് വന്നതാണ്. ഇപ്പം ഇതിപ്പം തുണി അലക്കി വെച്ചിട്ടുണ്ട്. അത് വിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ഞാൻ തുണി അലക്കി വെച്ചതാണ്. വിരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ രാത്രിയായിട്ട് വീട്ടിൽ തുണി വിരിക്കാൻ വേണ്ടി വ്യത്യാസിച്ച് പോവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മടിയുള്ള സംഭവമാണ് തുണി എടുത്ത് വിരിച്ചിട്ട്. എൻ്റെ മിക്ക വീഡിയോയിലും നിങ്ങൾ ചിലപ്പോൾ കാണുമല്ലോ, തുണി എടുത്ത് വിരിച്ചിട്ട് ബക്കറ്റ് വെച്ചിട്ടിരിക്കുക എന്നുള്ളത്. അത് ജസ്റ്റ് എനിക്ക് മടിയാണ് മേളിൽ കയറിപ്പോയി തുണി വിരിക്കാൻ. മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം തുണിയൊക്കെ വിരിക്കുന്നത് മേളിലാണ്. അല്ലെങ്കിൽ പുറത്ത് നമ്മൾ വെളിയിൽ വിരിച്ചിട്ട് വിരിച്ചിട്ട് ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. മടക്കി വെച്ചിട്ട് നമുക്കിനി തുണി വിരിക്കാൻ പോകാം. പിന്നെ ഇത് മടക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. കുറച്ച് തുണിയൊക്കെ ഉണ്ടാകും, അത് മടക്കി വെച്ചില്ലെങ്കിൽ അത് പിന്നെ കൂട്ടിക്കിടക്കും. അപ്പത്തിൻ്റെ കൈയോടെ മടക്കിയെങ്കിൽ അത് ഒഴിവാക്കാൻ നല്ല സംഭവമാണ്. അപ്പോൾ അങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ. തുണി ഇച്ചാൻ്റെ ഡ്രസ്സാണിത് മൊത്തം, എൻ്റെ ഹസ്ബൻഡിൻ്റെ. അപ്പോൾ ആ ഡ്രസ്സ് പുള്ളി വെള്ളിയാഴ്ച ദിവസങ്ങളാണ് വരുന്നത് ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ വീക്കെൻഡിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് ഡ്രസ്സ് കലക്കാനുണ്ടായിരുന്നു. അത് ഇളക്കി വെച്ച് നമ്മൾ അലമാരയിൽ കെട്ടി വെച്ച് ഇനി കുറച്ച് മേലൊക്കെ കഴുകിയിട്ട് ഇപ്പം താഴോട്ട് ഇറങ്ങി പോകണം. മോനെ പിന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. അവൻ കളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വേർത്ത് കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി കുളിക്കാൻ പറയാൻ പോവുകയാണ്. ഇനി അവനോട് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവനോട് തന്നെ അവൻ കുളിച്ചോളും. കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവനെ പഠിപ്പിക്കാൻ ഇരുത്തുവാണ്. ഈ പഠിപ്പിക്കാനുള്ള തന്ത്രപ്പാടുകളിൽ ഓടുവാണ്. ഇനി അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിപ്പിക്കാനുണ്ട്. അതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുമായിരുന്നു. അതൊക്കെ പഠിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരുത്തുവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്നെ നമ്മ വീഡിയോ എടുത്ത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനോട് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ചുമ്മാ എടുത്ത് വെച്ചേക്കണം. പക്ഷേ കൊച്ചിന് തന്നെ അറിയാൻ അവനെ അതിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അടങ്ങിയിരിക്കാതെ ചുമ്മാ ഓണാക്കി വെച്ചേക്കുക, പഠിപ്പിക്കുക. പിന്നെ അവനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചോറൊക്കെ ഉണ്ണാനുള്ള സമയമായി. അങ്ങനെ ചോറ് കൊണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.